അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളെ കുറിച്ചും ഉലമാക്കൾ പറയുന്നത് സ്വർണ്ണലിപികളിൽ എഴുതി വെക്കേണ്ട വാക്കുകളാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ബിഖദ്രി മാ യസ്ഗറു ദംബു ഇൻദക യഅ്ളുമു ഇൻദല്ലാഹ്. ഒരു തെറ്റ് നിന്റെ അടുക്കൽ നിസ്സാരമാവുന്നതനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് ഗൗരവം കൂടും. വബിഖദ്രി മാ യഅ്ളുമു ഇൻദക യസ്ഗറു ഇൻദല്ലാഹ്. നീ അതിനെ ഗൗരവം കാണുന്ന കാലത്തോളം അള്ളാഹു അതിനെ നിസ്സാരമായി പരിഗണിക്കും. അപാര വാക്കാണ്. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളെ കുറിച്ചും ഉലമാക്കൾ പറയുന്നത് സ്വർണ്ണലിപികളിൽ എഴുതി വെക്കേണ്ട വാക്കുകളാണെന്ന്. അദ്ദേഹം ഒരു തെറ്റുകൾ ചെയ്ത് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. പക്ഷേ സൂറത്തുൽ ഹദീദിലെ അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ആയത്ത് മറ്റൊരാൾ ഒരു വീട്ടിലേക്കൊരു കാര്യത്തിന് വേണ്ടി പോയപ്പോൾ ആ വീട്ടിലുള്ള ആൾ ഓതുന്നത് കേട്ടതാണ്. അദ്ദേഹം ഓതിയത് പോലുമല്ല. പക്ഷെ നാം ഈ ആയത്തുകളും സമാനമായ ആയത്തുകളും ഒരുപാട് ഓതി നമ്മിൽ പലപ്പോഴും മാറ്റമുണ്ടാകുന്നില്ല. എന്നാൽ മറ്റൊരാൾ നമസ്കരിക്കുമ്പോൾ ഓതിയ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കാൻ സമയമായില്ലേ ഇനിയും എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് തറച്ചു. പിന്നീട് ഇൽമ് തേടിയുള്ള യാത്രയായിരുന്നു. മോഷ്ടിക്കാനും മറ്റും യാത്ര ചെയ്ത വ്യക്തി പിന്നീട് അറിവ് തേടി അന്വേഷിച്ച് നടന്നു. വലിയ പണ്ഡിതനായി. പിന്നീട് വായിൽ നിന്ന് വരുന്ന വാക്കുകൾ പോലും സ്വർണ്ണലിപികൾ കൊണ്ട് എഴുതി വെക്കേണ്ടെന്ന അത്രയും മനോഹരമായ വാക്കുകൾ പറഞ്ഞ ഉമ്മത്തിലെ വലിയ പണ്ഡിതനായി ഫുളൈൽ ഇബ്നു ഇയാദ് മാറി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം പറയാണ്, ഒരു തെറ്റ് നിന്റെ അടുക്കൽ ഗൗരവം കുറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് അതിന് ഗൗരവം കൂടും. നിന്റെ അടുക്കൽ ഗൗരവം കൂടിയാൽ റബ്ബിൻ്റെ അടുക്കൽ അതിൻ്റെ ഗൗരവം കുറയും.